അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാങ്കേതിക ലോകത്തിന്റെ വേഗതയെ നിയന്ത്രിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആണെന്ന് പറയാം. ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഡിസൈനിങ്, ഡെവലപ്പിംഗ്, ടെസ്റ്റിംഗ് തുടങ്ങിയവയൊക്കെ അവരുടെ ചുമതലകളാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളുടെയും സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയും ഓരോ ചെറിയ ഫംഗ്ഷൻ പോലും അവരുടെ ചിന്തകളാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നാൽ ഇലക്ട്രിസിറ്റിയെക്കുറിച്ചുള്ള പഠനശാഖ എന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്. പകരം ഇലക്ട്രിസിറ്റി, ഇലക്ട്രോമാഗ്നറ്റിസം, ഇലക്ട്രോണിക്സ് എന്നിവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തെയും ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിലും എനർജി ട്രാൻസ്മിഷനിലും ഉള്ള അവയുടെ ആപ്ലിക്കേഷനെയും കൂടിയാണ്. 200 വർഷത്തിൽ താഴെ മാത്രമാണ് ഈ പഠനശാഖയുടെ പഴക്കം. എങ്കിലും കുറഞ്ഞ ഈ കാലയളവ് കൊണ്ട് വളരെ വലിയ മാറ്റങ്ങളാണ് ഈ രംഗത്തുണ്ടായിരിക്കുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് കെമിസ്റ്റും ഫിസിസ്റ്റുമായ മൈക്കിൾ ഫാരഡേക്ക് സയന്റിഫിക് എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്നില്ല. ഒരു ബുക്ക് ബൈൻഡറുടെ അപ്രന്റീസായി ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ നിന്നും കിട്ടിയിരുന്ന ബുക്കുകൾ വായിച്ച് സയൻസിൽ ആകൃഷ്ടനാവുകയും ഇലക്ട്രിസിറ്റി, ഗാൽവനിസം, മെക്കാനിക്സ് എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുമായിരുന്നു. സയൻസിനോടുള്ള താല്പര്യം കൂടുന്തോറും സയൻസ് ലെക്ചേഴ്സിൽ പങ്കെടുക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ഫാരഡേയുടെ സയന്റിഫിക് കരിയറിന്റെ തുടക്കം എന്ന് പറയുന്നത് ഹംഫ്രി ഡേവിയുടെ 4 ലെക്ചേഴ്സിൽ പങ്കെടുത്തതിലൂടെയാണ്. 1814 മൈക്കിൾ ഫാരഡേ ഹംഫ്രി ഡേവിയോടൊപ്പം യൂറോപ്പിലുടനീളം സഞ്ചരിച്ചു. 18 മാസക്കാലത്തോളം നീണ്ട ആ സഞ്ചാരത്തിൽ മറ്റു പല ശാസ്ത്രജ്ഞരെയും കണ്ടുമുട്ടി അവർ അറിവ് നേടിക്കൊണ്ടേയിരുന്നു. ശേഷം ഡേവിയോടൊപ്പം വർഷങ്ങളോളം അദ്ദേഹം കെമിക്കൽ എക്സ്പീരിയൻസ് നടത്തി. ഇലക്ട്രിക് മോട്ടറിന് പിന്നിലെ തത്വമായ ഇലക്ട്രോമാഗ്നറ്റിക് റൊട്ടേഷനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ റിസർച്ച് പബ്ലിഷ് ചെയ്യുന്നത് 1821 ഈ പബ്ലിക്കേഷനാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ശാഖയുടെ തുടക്കമായി കരുതപ്പെടുന്നത്. ഇലക്ട്രിസിറ്റിയിൽ അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന സംഭാവനകൾ ലോകത്തിന് ലഭിക്കുന്നതിന് 10 വർഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വന്നു. ഇലക്ട്രിക് ട്രാൻസ്ഫോമറിന്റെയും ജനറേറ്ററിന്റെയും പിന്നിലെ പ്രിൻസിപ്പിളായ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിച്ചത് 1831 ഒരു വയറിൽ മാഗ്നറ്റിന് ഇലക്ട്രിക്കൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം കണ്ടെത്തി. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റിയായിരുന്നു ഈ കണ്ടുപിടുത്തം. സാങ്കേതിക പുരോഗതിക്ക് ഇലക്ട്രിസിറ്റിയുടെ ഈ പൊട്ടൻഷ്യൽ പവർ ധാരാളമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇലക്ട്രിസിറ്റിയുടെ അനന്ത സാധ്യതകൾക്ക് അടിത്തറയിട്ട ഫാരഡേ 1867 മരണമടഞ്ഞു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫാരഡേയുടെ കണ്ടുപിടുത്തങ്ങൾ തന്നെയാണ്. 1883 ടെക്നീഷ്യ യൂണിവേഴ്സിറ്റാറ്റ് ഡാംസ്റ്റാഡിൽ ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്കൂൾ സ്ഥാപിച്ചു. 1884 ഇലക്ട്രിക്കൽ പ്രൊഫഷനെ സപ്പോർട്ട് ചെയ്യാനായി അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന ഒരു ഓർഗനൈസേഷൻ രൂപീകരിച്ചത്. 1963 ഈ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റേഡിയോ എഞ്ചിനീയറുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ലോകത്തെ ഇന്നത്തെ ഏറ്റവും വലിയ ടെക്നിക്കൽ പ്രൊഫഷണൽ ഓർഗനൈസേഷനായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് രൂപീകരിച്ചത് ഇവരാണ്.